നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക് പോകുന്നു. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇന്നത്തെ നമ്മളുടെ വിഷയം ജഞ്ചിറ ഫോർട്ട്. എന്താണ് ജഞ്ചിറ ഫോർട്ട്? എവിടെയാണ് ജഞ്ചിറ ഫോർട്ട്? അറിയാം. ജഞ്ചിറ ഫോർട്ട് നാൾക്ക് നാൾ അഭ്യുന്നതി പ്രാപിച്ചു. അവരുടെ സമുദ്രശക്തിയുടെയും തന്ത്രപരമായ കാഴ്ചപ്പാടിന്റെയും തെളിവായി അതിന്നും നിലകൊള്ളുന്നു. അറേബ്യൻ കടലിലെ ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന്റെ സ്ഥാനം പ്രകൃതിദത്തമായ പ്രതിരോധം സ്വയം ഉറപ്പിക്കുന്നു. അബിസീനിയൻ അറബ് പൈതൃകത്തിന്റെ സമന്വയമായ ശക്തമായ സിദ്ധി രാജവംശം മഹാരാഷ്ട്രയുടെ തീരപ്രദേശങ്ങളെ അടക്കി ഭരിച്ചിരുന്നപ്പോൾ ഏകദേശം 15-ാം നൂറ്റാണ്ടിലാണ് ജഞ്ചിറ കോട്ടയുടെ ഉത്ഭവം. അവരുടെ സമുദ്ര വൈദഗ്ധ്യം ഉപയോഗിച്ച് ഈ സ്ഥലത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം അവർ അന്ന് തിരിച്ചറിഞ്ഞു. വലിയ വിഷണുകളായിരുന്നു സിരി ഭരണാധികാരികൾ. ജഞ്ചിറ കോട്ട തങ്ങളുടെ സമുദ്രാധിപത്യത്തിന്റെയും ആക്രമണകാരികളായ ശത്രുക്കൾക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമായി നിലകൊള്ളുന്ന ഒരു വാസ്തുവിദ്യ അത്ഭുതമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ കോട്ട അവർക്ക് വേണമെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. കൊങ്കൺ തീരപ്രദേശത്ത് അറേബ്യൻ കടലിലെ മുറൂദ് ബീച്ചിലാണ് ജഞ്ചിറ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മുംബൈയിൽ നിന്ന് ഏകദേശം 165 കിലോമീറ്റർ അകലെയുള്ള കോട്ടയുടെ ഏറ്റവും അടുത്തുള്ള പട്ടണം മുറൂദാണ്. ഈ കോട്ടയുടെ ഒരു സവിശേഷത, കോട്ടയുടെ പ്രധാന പ്രവേശന കവാടം കോട്ടയ്ക്ക് പുറത്തുള്ള ഒരു കോണിൽ നിന്നും ദൃശ്യമാകില്ല എന്നുള്ളതാണ്.
കാരണം 2 കൊത്തളങ്ങൾക്കിടയിൽ കംപ്രസ് ചെയ്ത കോണാകൃതിയിലാണ് ആ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രവേശന കവാടം ദൂരത്തിൽ നിന്ന് എളുപ്പത്തിൽ ദൃശ്യമാകില്ല. ഈ ഇടുങ്ങിയ ഗേറ്റ് കിഴക്കിനെ അഭിമുഖീകരിക്കുകയും 200 മീറ്റർ അകലിൽ നിന്ന് മാത്രമേ അത് ദൃശ്യമാകുകയും ചെയ്യൂ. ദ്വീപും കോട്ടയും അതിൻ്റെ സ്ഥാനവും അർത്ഥമാക്കുന്നത് ഏതെങ്കിലും ആക്രമണ ശക്തികൾ വന്നാൽ അവർക്ക് അതീവ അപകടകരമായ ജലത്തെ മറികടക്കേണ്ടി വരുമെന്നും അപകടകരമായ കടൽ ചാനലുകളിലൂടെ നാവിഗേറ്റ് ചെയ്യണമെന്നും മുന്നോട്ട് പോയാൽ ജഞ്ചീറയുടെ ശക്തമായ മതിലുകൾ അവർക്ക് നേരിടേണ്ടി വരും എന്നും അറിയാമായിരുന്നു. ഈ പ്രകൃതിദത്ത കോട്ടയും സിധി രാജവംശത്തിലെ നാവിക വൈദഗ്ധ്യവും എണ്ണമറ്റ ആക്രമണങ്ങളെ നേരിട്ട ഒരു ശക്തി കേന്ദ്രത്തിന് ജന്മം നൽകി. നൂറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ ജഞ്ചീറ ഫോർട്ട് വികസിച്ചു. തുടർന്നുള്ള ഭരണാധികാരികൾ അതിൻ്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും പുതിയ പരിരക്ഷണ പാളികൾ ചേർക്കുകയും ചെയ്തു. വളരെയധികം കൃത്യതയും കരകൗശലവും ഉപയോഗിച്ച് നിർമ്മിച്ച കോട്ടയുടെ മതിലുകൾ ഏതൊരു അധിനിവേശ സേനയ്ക്കും എക്കാലവും അപ്രതിരോധ്യമായ തകർക്കാൻ പറ്റാത്ത ചരിത്രത്തിന്റെ ഒരു ശേഷിപ്പായി നിലകൊള്ളുന്നു. ബലേക്കില്ല അല്ലെങ്കിൽ കോട്ടയുടെ പ്രധാന സമുച്ചയം തന്ത്രപരമായി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് കോട്ടയുടെ കേന്ദ്രം. അങ്ങനെ ഏത് ദിശകളിൽ നിന്നുമുള്ള ആക്രമണത്തിൽ നിന്ന് അതെങ്ങനെ സുരക്ഷിതമായി തുടരും, അതായിരുന്നു ആ കോട്ട അങ്ങനെ നിർമ്മിച്ചിരുന്നതിന്റെ പ്രധാന കാരണം. കോട്ടയുടെ നടുവിലുള്ള തടാകം എപ്പോഴും ഒരു ശുദ്ധജല സ്രോതസ്സാണ്. വടക്ക് പടിഞ്ഞാറേ ദിശയിൽ ഏകദേശം 2 കിലോമീറ്റർ അകലെ ഛത്രപതി ശിവജി മഹാരാജ് നിർമ്മിച്ച പത്മദുർഗ് എന്ന മറ്റൊരു ദ്വീപ് കോട്ടയും നമുക്ക് കാണാം. ജഞ്ചീറയെ കീഴടക്കാനുള്ള അദ്ദേഹത്തിന്റെ അദമ്യമായ ആഗ്രഹത്തിൽ നിന്നുണ്ടായ ശ്രമഫലമാണ് പത്മദുർഗം. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. നിസാം ഷാഹിസ്, മറാത്ത, പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, എന്തിന് ഇംഗ്ലീഷുകാർക്ക് പോലും ഈ കോട്ടയെ ഒരിക്കലും കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. അതാണ് ഈ കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കോട്ടയ്ക്ക് സാധാരണ കോട്ടകൾക്കുള്ള പോലെ നീളമേറിയതോ അല്ലെങ്കിൽ ചതുരമോ ആയ ഒരു രൂപത്തിന് പകരം ഓവൽ ആകൃതിയാണ്. കോട്ടയുടെ മതിൽ ഏകദേശം 40 അടി ഉയരത്തിലാണ്. കൂടാതെ 19 വൃത്താകൃതിയിലുള്ള പോർച്ചുകളും കമാനങ്ങളും ഉണ്ട്. അവയിൽ ചിലതിൽ ഇപ്പോഴും പീരങ്കികൾ ഘടിപ്പിച്ചിട്ടുണ്ട്. കോട്ടയ്ക്കുള്ളിൽ ഒരു പള്ളിയുടെ അവശിഷ്ടങ്ങളുണ്ട്, ഒരു കൊട്ടാരമുണ്ട്. അതുപോലെ തന്നെ കോട്ടയ്ക്ക് പുറത്ത് കരയിൽ ഒരു ആഡംബര ക്ലിഫ് ടോപ്പ് മാളികയുണ്ട്. അറേബ്യൻ കടലിന്റെയും ജഞ്ചീറ കോട്ടയുടെയും കാഴ്ചയാണ് ഈ ഒരു ക്ലിഫ് സമ്മാനിക്കുന്നത്. കറുത്ത പാറകൾ കൊണ്ടാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കോട്ട വളരെ നന്നായി തന്ത്രപരമായി നിർമ്മിച്ചതാണ്. കോട്ടയുടെ പെരിഫറൽ മതിലിൽ 22 കൊത്തളങ്ങളുണ്ട്. അകത്ത് കോട്ടയ്ക്കുള്ളിൽ 2 കൊത്തളങ്ങൾ കൂടിയുണ്ട്. കോട്ടയുടെ മതിലിന്റെ ഉയരം 40 അടിയാണെന്ന് പറഞ്ഞു. അതിന്റെ വീതി 12 അടിയാണ്. ചിലയിടങ്ങളിൽ അത് 15 അടിയുമാണ്. പാരപ്പറ്റ് മതിലുകൾക്ക് 2.5 അടി കനമുണ്ട്. അതിൽ തന്നെ മർലോൺസ് 20 എന്ന പ്രൊജക്ഷനുകൾ. മർലോണുകൾക്ക് ഇടുങ്ങിയ സ്ലിറ്റുകളുണ്ട്. അതിലൂടെ തോക്കുകളോ അമ്പുകളോ വളരെ സുരക്ഷിതമായി വളരെ എളുപ്പത്തിൽ പ്രയോഗിക്കാൻ സാധിക്കും. ചില സ്ഥലങ്ങളിൽ പീരങ്കി ദ്വാരങ്ങളുമുണ്ട്. ഈ പീരങ്കി ദ്വാരങ്ങളുടെ ഇൻട്രാഡോസ് OG കമാനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊത്തളങ്ങൾ 3 നിലകളിലാണ്. ഓരോ നിലയ്ക്കും അതിൻ്റെതായ ലക്ഷ്യമുണ്ടായിരുന്നു. ഏറ്റവും താഴത്തെ നില ആയുധപ്പുര, തൊട്ടു മുകളിലത്തെ നില വാച്ച് ടവർ, ഏറ്റവും മുകളിലത്തെ നില പീരങ്കികൾ സൂക്ഷിക്കുവാനുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഭീമാകാരന്മാരായ വലിയ ഷൂട്ടിംഗ് റേഞ്ചുള്ള 3 പീരങ്കികൾ അവിടുണ്ട്. 1699 572 പീരങ്കികൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 75 മാത്രമേ അവശേഷിക്കുന്നു. പ്രധാനപ്പെട്ട ആ 3 പീരങ്കികൾ, ഒന്ന് കാലാൽ ബംഗാളി, അത് തന്നെ ഇന്ത്യയിലെ 3ാമത്തെ വലിയ പീരങ്കിയാണ്. 20 ടൺ ഭാരമാണ് അതിൻ്റെ തൂക്കം. പിന്നെ ചവാരി, ലാൻഡാക്കസം, അതായിരുന്നു മറ്റു രണ്ടിൻ്റെയും പേരുകൾ. ജഞ്ചീറ ഫോർട്ടിന്റെ വാസ്തുവിദ്യാ വൈദഗ്ധ്യം അതിന്റെ നിർമ്മാതാക്കളുടെ ചാതുര്യത്തിന്റെ തെളിവാണ്. അവർ കലാപരമായ കരകൗശലം, ശക്തമായ പ്രതിരോധ രൂപകൽപ്പനയും സംയോജിപ്പിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് തിളക്കത്തിന്റെ സൗന്ദര്യാത്മക രൂപകൽപ്പനയുടെയും സംയോജനമായാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയിലെ മുഴുവൻ സമുച്ചയത്തെയും ചുറ്റുന്ന കൂറ്റൻ കല്ലുമതിലുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. വളരെ സൂക്ഷ്മമായ കൃത്യതയോടെ നിർമ്മിച്ച ഈ മതിലുകൾ ഏതൊരു ആക്രമണകാരിക്കും ശക്തമായ ഒരു തടസ്സമായി എക്കാലവും വർദ്ധിച്ചു. ഈ മതിലുകളുടെ കനം, ഉയരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40 അടി വരെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു അഭേദ്യമായ കോട്ട സൃഷ്ടിക്കാൻ ഓരോ കല്ലും ശ്രദ്ധാപൂർവം നിരത്തിയ പുരാതന നിർമ്മാതാക്കളോട് നമുക്ക് വിസ്മയത്തോടൊപ്പം ആദരവും തോന്നുന്നു. ആക്രമണകാരികളെ ആശയക്കുഴപ്പത്തിലാക്കാനും കുടുക്കാനും തന്ത്രപരമായി രൂപകൽപ്പന ചെയ്ത ഒരു മാസ്റ്റർ പീസാണ് കോട്ടയുടെ പ്രവേശനം. അകത്തേക്ക് കിടക്കുമ്പോൾ മെയ്സ് പോലുള്ള പാറ്റേണിൽ നിർമ്മിച്ച ഒരു കൂട്ടം ഗേറ്റുകളും ഭാഗങ്ങളും നമുക്ക് കാണാനാകും. ഈ വാസ്തുവിദ്യാ സാങ്കേതികത
ആക്രമിക്കാൻ വരുന്നവർക്ക് നേർക്ക് സ്വയം പ്രതിരോധിക്കുന്ന ഒരു മികച്ച പ്രതിരോധ തന്ത്രമായി. ഇത് പലപ്പോഴും അവരെ ഡെഡ് എൻഡ്സിലേക്ക് നയിക്കുകയും അതുപോലെ തന്നെ ക്രോസ് ഫയറിലേക്ക് സ്വയം തുറന്നു വിടുകയും ചെയ്യുമായിരുന്നു. നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ കോട്ടയുടെ പ്രതിരോധത്തിനുള്ള പ്രവർത്തന കേന്ദ്രമായ വിപുലമായ മുറ്റത്തേക്ക് നമ്മൾ പ്രവേശിക്കും. ഇവിടെയാണ് ഒരു കാലത്ത് കോട്ടയിലെ നിവാസികളുടെ ജീവിതവും നൈസർഗിക പ്രവർത്തന ഘടനകളുടെയും സൗന്ദര്യാത്മക സങ്കല്പങ്ങളുടെയും ഒരു മിശ്രിതം നമ്മൾ കാണുന്നു. വിശാലമായ ആ കോട്ടയാടിനുള്ളിൽ വലിയ കൊട്ടാരം, റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് ഉണ്ട്, അതുപോലെ പള്ളികളുണ്ട്, സംഭരണശാലകളുണ്ട്. ഇതെല്ലാം നമുക്ക് അവിടെ കാണാനാവും. ഓരോ കെട്ടിടവും ഓരോ പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വർത്തിക്കുകയാണ്. നീണ്ടു നിൽക്കുന്ന ആക്രമണ കാലഘട്ടങ്ങളിൽ അവയെല്ലാം കോട്ടയുടെ സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നതിൽ വലിയ 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 പങ്ക് വഹിച്ചിട്ടുണ്ട്. അറേബ്യൻ കടലിന്റെ മനോഹരമായ കാഴ്ച പ്രദാനം ചെയ്യുന്ന കോട്ടയുടെ ചുവരുകളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ശക്തമായ ദുർഗങ്ങൾ തന്ത്രപരമായ വാൻറ്റേജ് പോയിന്റുകളായിരുന്നു. അവ ചക്രവാളം വരെ നീളുന്ന ജാഗ്രതയുടെ കണ്ണുകളാകുവാനും അവരെ സമീപിക്കുന്ന ഏതൊരു ഭീഷണിയോടും വേഗത്തിൽ പ്രതികരിക്കുവാനും അവർക്ക് അല്ലെങ്കിൽ അവരെ പ്രാപ്തരായി. കൂടാതെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഞ്ചാരത്തിനും ആശയവിനിമയത്തിനും ബദൽ മാർഗങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന രഹസ്യ രക്ഷപ്പെടൽ റൂട്ടുകൾ, മറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ, ഭൂഗർഭ തുരങ്കങ്ങൾ എന്നിവ പോലെയുള്ള സവിശേഷതകൾ കൂടി ഈ കോട്ട ഉൾക്കൊള്ളുന്നു. ഈ ഭൂഗർഭ പാതകൾ കോട്ടയെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും അത് ശത്രുക്കൾക്ക് അജ്ഞാതമായ റൂട്ടുകൾ സൂക്ഷിക്കുന്നതിനിടയിലും സപ്ലൈകൾക്കും ശക്തിപ്പെടുത്തലുകൾക്കുമായി ഒരു ലൈഫ് ലൈൻ നൽകുന്നുവെന്നും കരുതപ്പെടുന്നു. കോട്ടയിലെ ജലവിതരണം പോലും അതിസൂക്ഷ്മമായി അന്ന് ആസൂത്രണം ചെയ്തിരുന്നു. കിണറുകളും ഭൂഗർഭ ടാങ്കുകളും മഴവെള്ളം ശേഖരിക്കുന്നതിനും സംഭരിക്കുന്നതിനുമായിട്ട് രൂപകൽപ്പന ചെയ്തവയായിരുന്നു. ഇത് കോട്ടയുടെ മതിലുകൾക്കുള്ളിൽ കോട്ടയുടെ പ്രതിരോധം ഉറപ്പിക്കുന്നവർക്ക് വിശ്വസനീയമായ ജലസ്രോതസ്സുകളുടെ ഉറപ്പും നൽകിയിരുന്നു. അറേബ്യൻ കടലിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ജഞ്ചീറ കോട്ട ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ സ്വയം അനുഗ്രഹിക്കപ്പെടുകയും എക്കാലവും അത് അതിന്റെ പ്രതിരോധത്തെ ശക്തിപ്പെടുത്തുകയും ആക്രമണകാരികളായ ശത്രുക്കൾക്ക് വളരെയധികം വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും ചെയ്തു. കോട്ടയ്ക്ക് ചുറ്റുമുള്ള കടലിന്റെ പ്രവചനാതീതമായ അടിയൊഴുക്കുകളും വെള്ളത്തിൽ മുങ്ങിയ പാറകളും ശത്രുവിന്റെ കപ്പലുകൾക്കും കോട്ടയിലേക്കുള്ള വഴി നാവിഗേറ്റ് ചെയ്യുന്നത് ദുർഘടമായ ഒരു ജോലിയായി എക്കാലവും മാറ്റി. സിദ്ധി രാജവംശം നാവിക യുദ്ധത്തിലെ അവരുടെ വൈദഗ്ധ്യത്തോടെ കടൽ ആക്രമണത്തിനെതിരെ തങ്ങളുടെ കോട്ടയെ പൂർണ്ണമായും സമർത്ഥമായി പ്രതിരോധിക്കുന്നതിന് ഈ നേട്ടം ഉപയോഗിക്കാനുണ്ടായി. പ്രാദേശികമായ സമുദ്ര സാഹചര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. ആ അറിവ് അവർക്ക് ശത്രുശക്തികളെക്കാൾ ശക്തമായ ഒരു എഡ്ജ് അത് നൽകി. എന്നാൽ സംരക്ഷണം നൽകിയ കടൽ മാത്രമല്ല, ജഞ്ചീറ ഫോർട്ടിന്റെ വാസ്തുവിദ്യാ രൂപകൽപ്പന കൂടി ഈ ഒരു സംരക്ഷണം കോട്ടയ്ക്ക് കൂടുതൽ ഉറപ്പുന്നു. മാത്രമല്ല, ജഞ്ചീറ ഫോർട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ഭൂഗർഭ തുരങ്കങ്ങളുടെ ശൃംഖല അതിൻ്റെ തന്ത്രപരമായ നേട്ടങ്ങളിൽ എപ്പോഴും നിർണായകമായ പങ്ക് വഹിച്ചു. ഈ തുരങ്കങ്ങൾ കോട്ടയുടെ പരിസരത്ത് അതിവേഗ ചലനത്തിനും അതുപോലെ തന്നെ ആശയവിനിമയത്തിനും അവരെ അനുവദിക്കുക കൂടി ചെയ്തു. കൂടാതെ പ്രതിരോധ പ്രവർത്തകർക്ക് അവരുടെ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ആക്രമണ സമയത്ത് ഫലപ്രദമായി പ്രതികരിക്കാനുമുള്ള കഴിവുണ്ട്. ജഞ്ചീറ കോട്ടയിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര, ഗംഭീരമായ ഈ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലും ഒരു ശക്തിക്കും കീഴടങ്ങാത്ത ഈ കോട്ടയുടെ അടിത്തറ പാകിയ ചരിത്രപരമായ പശ്ചാത്തലത്തിന് നിങ്ങൾ ചെറുതായെങ്കിലും സാക്ഷ്യം വഹിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.